ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 5 സോഷ്യൽ സയൻസിലെ 8th ചാപ്റ്റർ ആയിട്ടുള്ള നോ അവർ ലാൻഡ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പച്ചയാം വിരിപ്പപ്പെട്ട സഹ്യനിൽ തല വെച്ചും സ്വച്ഛാബ്ദി പണ്ണിൽ തിട്ടാം പദോപദാം പൂണ്ടു പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുക്തമത്തു കൊള്ളുന്നു കുമാരിയും കോകർണേശനുമേ. മാതൃവന്ദനം വള്ളത്തോൾ നാരായണ മേനോൻ. റീഡ് ആൻ എക്സ്ട്രാക്ട് ഫ്രം വള്ളത്തോൾ നാരായണ മേനോൻസ് poem which describes the scenic beauty of Kerala. To the east are the towering mountains, many rivers flowing from them, boats floating along backwaters, and to the west a long stretch of coastline, field, plains, green everywhere, pleasant climate. How beautiful is our Kerala. Are there any such features like hills, benches, water bodies, etc. in your area? The physiography of Kerala consists of diverse geographical features. അപ്പോൾ കേരള എന്ന് പറയുന്നത് കടൽ, മലകൾ, തന്നെ പുഴകൾ, കായലുകൾ, ഇതെല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. നൗ ലെറ്റസ് ഒബ്സർവ് ദ ഔട്ട്ലൈൻ ഓഫ് എ ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള. അപ്പോൾ ഏതാ, വാനിയംകുളം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ അവിടെ മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട്, ഗ്രാമപഞ്ചായത്ത്, ഷൊർണൂർ മുനിസിപ്പാലിറ്റി, ഭാരതപ്പുഴ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. വാനിയംകുളം ഹാസ് എ ഫിസിയോഗ്രഫി കൺസിസ്റ്റിംഗ് ഓഫ് ഹിൽസ് ആൻഡ് പ്ലെയിൻസ്. അവിടെ ഹിൽസും പ്ലെയിൻസും ഒക്കെ ഉണ്ട്. വിച്ച് ഈസ് ദ മേജർ റിവർ സീൻ ഇൻ ദ ഔട്ട്ലൈൻ. ആ ഔട്ട്ലൈനിൽ കാണുന്ന മേജർ റിവർ ഏതാ? ഭാരതപ്പുഴയാണ് അല്ലേ. ഭാരതപ്പുഴ ഫ്ലോസ് അലോങ് ദ സദേൺ ബോർഡർ ഓഫ് വാനിയംകുളം ഗ്രാമപഞ്ചായത്ത്. വാനിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ തെക്ക് വശത്തു കൂടെയാണ് ഈ ഭാരതപ്പുഴ ഒഴുകുന്നത്. ഫൈൻഡ് ഔട്ട് ദ മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ദാറ്റ് റൺസ് പാരലൽ ടു ഭാരതപ്പുഴ. ഭാരതപ്പുഴയ്ക്ക് പാരലൽ ആവുന്നത് ഏതാണ്? മോസ്റ്റ് ഓഫ് ദ ഏരിയാസ് ഓഫ് ദ പഞ്ചായത്ത് ആർ ദ catchment areas of ഭാരതപ്പുഴ. The river is used for water transport and fishing. അപ്പോൾ ഭാരതപ്പുഴയിലെ വെള്ളം എന്തിനു ഉപയോഗിക്കുന്നു? വാട്ടർ ട്രാൻസ്പോർട്ടിനും ഫിഷിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്നു. The fertile soil along the banks of the river contributes to agriculture prosperities. ഫർട്ടൈൽ സോയിൽ എന്ത് ചെയ്യുന്നത്? അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഹൗ ഡസ് ഭാരതപ്പുഴ ഇൻഫ്ലുവൻസ് ദ അഗ്രികൾച്ചർ, ഫുഡ് ഹാബിറ്റ്സ്, ട്രാൻസ്പോർട്ട് എക്സെട്ര ഓഫ് ദ പീപ്പിൾ ഇൻ വാനിയംകുളം ഗ്രാമപഞ്ചായത്ത്? എങ്ങനെയാണ് ഭാരതപ്പുഴ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അഗ്രികൾച്ചറിനെയും ഫുഡ് ഹാബിറ്റ്സിലൊക്കെ? ദ ഫർട്ടൈൽ സോയിൽ ഓൺ ദ ബാങ്ക്സ് ഓഫ് ഭാരതപ്പുഴ ഈസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ഫർട്ടൈൽ സോയിൽ, ഭാരതപ്പുഴയുടെ തീരത്തുള്ള സോയിൽ കൃഷിക്ക് അനുയോജ്യമായതാണ്. ബാക്കി 3 പോയിന്റ്സ് ഫിൽ ചെയ്ത് കൊടുക്കുക. വി ഹാവ് ഫെമിലിയറൈസ്ഡ് അവർസെൽസ് വിത്ത് സർട്ടൈൻ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് വാനിയംകുളം ഗ്രാമപഞ്ചായത്ത്. ഹാവിൻറ്റ് യു ഒബ്സർവ് ദാറ്റ് സച്ച് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് പ്ലേസ് ഇൻ മെനി വേയ്സ്. അപ്പോൾ ഈ അവിടെയുള്ള ആളുകളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വാനിയംകുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് വേരിയസ് ക്രോപ്സ് ഓക്യുപ്പേഷൻ ഓഫ് ദ ഏരിയ വേർ യു ലീവ് ഇൻ. അപ്പോൾ നിങ്ങളുടെ അവിടെ ഉള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്താണ്, അവിടെ ഉണ്ടാകുന്ന ക്രോപ്സ് എന്താണ്, അവിടെയുള്ള ആളുകളുടെ ജോലികൾ എന്താണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ആർ ഇൻ ദ അഗ്രികൾച്ചർ ആൻഡ് അതർ ഓക്യുപ്പേഷൻ ഇൻ യുവർ ലൊക്കാലിറ്റി related to its geographical features? Examine them based on the indicators. Indicatorsന്റെ ബേസിൽ നോക്കാം. weather, water bodies, plains, hilly areas, fertility of soil, transportation, industries. Prepare a regional geographical document incorporating the formation of geographical features you have collected. Use the titles given below. എന്തൊക്കെയാണ് ടൈറ്റിൽസ് കൊടുക്കേണ്ടത്? ഔട്ട്ലൈൻ ഓഫ് ദ ഏരിയ ഓർ വാർഡ്, പിന്നെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കൊടുക്കണം. റിലേഷൻഷിപ്പ് ഓഫ് ദ
ലൈഫ് ഓഫ് ദ പീപ്പിൾ വിത്ത് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അവരനുഭവിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിനുള്ള സൊല്യൂഷൻസ്. ഇത്രയുമാണ് കണ്ടുപിടിക്കേണ്ടത്. യു ഹാവ് ഡിസ്കസ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തോ. ആർ ദ ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് സിമിലർ ടു ദം. ഇതിൻ്റെ സ്റ്റേറ്റിലെ ഈ ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എല്ലാം സിമിലർ ആണോ? ഹൗ അബൌട്ട് ആൻ ഇൻക്വയറി ഇൻ ടു കേരളാസ് ഫിസിയോഗ്രഫി, soil, water, climate and crops and their impact on people's lives. അടുത്തത് ഫിസിയോഗ്രഫി ഓഫ് കേരള. കേരളയുടെ ഫിസിയോഗ്രഫീനെ പറ്റി നോക്കാം. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. അപ്പോൾ അതിൽ കോസ്റ്റൽ റീജിയൻ ആണ് ബ്ലൂ കളറിലുള്ളത്, മിഡ്ലാൻഡ് റെഡ് കളറിലാണ്, ഹൈലാൻഡ് ഗ്രീൻ കളറിലാണ്. അപ്പോൾ 3 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് കേരള. ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഫ്രം ദി സീ level. Physiographical division of Kerala, which is adjacent to Lakshadweep. Physiographical area of Kerala, which lies along the state border of Tamil Nadu and Karnataka. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഹൈലാൻഡിനെ പറ്റിയിട്ടാണ്. ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ ഹൈലാൻഡ് ഓൺ ദ ഫിസിയോഗ്രഫിക്കൽ മാപ്പ് ഓഫ് കേരള. ഹൈലാൻഡിൻ്റെ ലൊക്കേഷൻ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഫിസിയോഗ്രഫിക്കൽ സെക്ഷൻ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് അബൌട്ട് 75 meters above sea level and include hills, mountains and peak. അപ്പോൾ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ മലയും പീക്കും ഹിൽസും ഒക്കെയാണുള്ളത്. ഹൈലാൻഡ്സ് ഈസ് എ റീജിയൻ ദാറ്റ് റിസീവ് ഹെവി റെയിൻഫാൾ ആൻഡ് ഈസ് ജനറലി ഫുൾ ഓഫ് ഗ്രീനറി. കൂടുതൽ മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ്, അതുപോലെ തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം കൂടിയാണ്. ഓൾ ദ 44 റിവേഴ്സ് ഓഫ് കേരള ഒറിജിനേറ്റഡ് ഫ്രം ദി ഹൈലാൻഡ്സ്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മിഡ്ലാൻഡ് ആണ്. മിഡ്ലാൻഡ് ദ ലൊക്കേറ്റ് ദ മിഡ്ലാൻഡ് ഓഫ് ദ ഗിവൺ മാപ്പ് നമ്മൾ ആ റെഡ് കളറിൽ കണ്ടില്ലേ. മിഡ്ലാൻഡ് ഈസ് എ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഹൈലാൻഡ് ആൻഡ് കോസ്റ്റൽ റീജിയൻ. കടൽ തീരത്തു നിന്നും അതുപോലെ നമ്മുടെ ഈ ഉയർന്ന ഹൈലാൻഡിൻ്റെ ഇടയിൽ കിടക്കുന്നതാണ് നമ്മുടെ മിഡ്ലാൻഡ്. ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ഏരിയ റേഞ്ചസ് ഫ്രം 7.5 meters to 75 meters above sea level. ഈ ഏരിയയുടെ ഓൾട്ടിറ്റ്യൂഡ് നിൽക്കുന്നത് 7.5 meters to 75 meters ആണ്. ദ മിഡ്ലാൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹിലോക്സ്, വാലീസ് ആൻഡ് റിവർ ബാങ്ക്. ഇവിടെ എല്ലാതും ഉണ്ടാവും. ഹില്ലുണ്ടെങ്കിൽ അതുണ്ടാവും, വാലികൾ ഉണ്ടായിരിക്കും, അതുപോലെ റിവർ ബാങ്കും ഉണ്ടായിരിക്കും. അടുത്തത് കോസ്റ്റൽ ഏരിയ ആണ്. ദിസ് ഈസ് എ ലാൻഡ്സ്കേപ്പ് ദാറ്റ് ഈസ് അഡ്ജസൻറ്റ് ടു ദ ലക്ഷദ്വീപ് സീ. ലക്ഷദ്വീപ് സീയുടെ അടുത്ത് വരുന്ന ഒരു ഏരിയ ആണ്. ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ കോസ്റ്റൽ റീജിയൻ. കോസ്റ്റൽ റീജിയന് ക്ലോസ് ആണ്. ദിസ് ഏരിയ ഹാസ് എൻ ഓൾട്ടിറ്റ്യൂഡ് അപ് ടു 7.5 meters above the sea level. സീ ലെവലിൽ നിന്ന് 7.5 മീറ്റർ മാത്രമാണ് ഇത് മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ പ്ലേസ് എ ട്രേസ് പേപ്പർ ഓവർ ദ പൊളിറ്റിക്കൽ മാപ്പ്. എന്നിട്ട് നിങ്ങളോട് ആ ഡിസ്ട്രിക്റ്റ് ഒക്കെ ഒന്ന് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫിസിയോഗ്രഫിക് ഡിവിഷൻ കൺസിസ്റ്റ് ഓഫ് ഈച്ച് ഡിസ്ട്രിക്റ്റ് വിത്ത് കോസ്റ്റൽ ഏരിയാസ്, ഡിസ്ട്രിക്ട് കംപ്രസിങ് ഓൾ 3 ഫിസിക്കൽ കാറ്റഗറീസ്. അടുത്തത് വെദർ ഓഫ് കേരളയാണ്. അതിന് മുന്നേ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള മൺസൂൺ എന്താണെന്ന് നോക്കാം. മൺസൂൺസ് ആർ വിൻഡ് ദാറ്റ് ചേഞ്ച് ദ ഡയറക്ഷൻ ഇൻ അക്കോർഡിങ്സ് വിത്ത് ദ സീസണൽ ചേഞ്ച്. കാലാവസ്ഥയിൽ വരുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാവുന്ന വിൻഡിൽ വരുന്ന ഡയറക്ഷൻ ചേഞ്ച്. ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ മീൻസ് നോർമലി ബ്ലോൺ ഫ്രം ജൂൺ ടു സെപ്റ്റംബർ ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ ഇക്വേറ്റർ ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇക്വേറ്ററിലെ നോർത്തേൺ പാർട്ടിൽ അല്ലേ വരുന്നത്. അപ്പോൾ ഏത് മാസമാണത് നടക്കുന്നത്? ജൂൺ ടു സെപ്റ്റംബർ. ദേ മൂവ് ടുവാർഡ്സ് ഇൻലാൻഡ് ഫ്രം ദ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ എവിടുന്ന് എങ്ങോട്ടാണ്? ഇൻലാൻഡിൽ നിന്ന് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ആസ് ദേ ബ്ലോ ഫ്രം ദി സീ ദേ ആർ മോയിസ്റ്റ്. These winds which enter the land are blocked by the western Ghats. As a result, the western coast including Kerala receive high rainfall. അപ്പോൾ ഇത് കാരണമാണ് കേരളത്തിൽ എന്തുണ്ടാവുന്ന ആ സമയത്ത് നല്ല റെയിൻഫാൾ ഉണ്ടാവുന്നത്. ദിസ് ഈസ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ. അതിനെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. ഇൻ കേരള ദിസ് മൺസൂൺ സീസൺ ഈസ് നോൺ ആസ് കാലവർഷം. കാലവർഷം എന്ന് പറയില്ല നമ്മൾ.
അടുത്തത് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ഒക്ടോബർ ആൻഡ് നവംബർ ദ മൺസൂൺ വിൻഡ്സ് ബ്ലോ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഫ്രം ദ സൗത്ത് നോർത്ത് ഈസ്റ്റ്. ഇനി നമ്മുടെ നവംബർ ഒക്ടോബർ ടൈമിൽ ഈ വിൻഡ് ബ്ലോ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ദീസ് വിൻഡ്സ് ആർ നോൺ ആസ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ്. ആ ഒരു വിൻഡ്സിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ് എന്ന്. Since a part of these winds passes over the Bay of Bengal, it becomes moisture laden and causes rain in many parts of the southern state of India. This monsoon season is known as, അപ്പോൾ ആ ഒരു സീസണെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തുലാവർഷം ഇൻ കേരള. അപ്പോൾ വെദർ ഓഫ് കേരളനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. കേരള ഈസ് എ ലാൻഡ് ദാറ്റ് റിസീവ് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് റെയിൻ. ദർ ആർ 2 മെയിൻ റെയിനി സീസൺസ് ഇൻ കേരള. കേരള എന്ന് പറയുന്നത് ഒരുപാട് മഴ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ 2 റെയിനി സീസണാണ് കേരളത്തിലുള്ളത്. സൗത്ത് വെസ്റ്റ് മൺസൂണും അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് കാലവർഷം, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ തുലാവർഷം. നമ്മൾ ഈ മൺസൂണിൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ പറഞ്ഞു. കേരള റിസീവ് മോസ്റ്റ് ഓഫ് ദ റെയിൻഫാൾ ഡ്യൂറിങ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ. കൂടുതലായിട്ടും മഴ ലഭിക്കുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിലാണ്. സമ്മർ സീസൺ ഇൻ വിച്ച് കേരള ഈസ് ഫ്രം മാർച്ച് ടു മെയ്. കേരളത്തിലെ സമ്മർ സീസൺ എന്ന് പറയുന്നത് എപ്പോഴാണ്, മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇറ്റ് ഫീൽസ് ഹോട്ടർ ദീസ് ഡേയ്സ്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഭയങ്കര ചൂടാണ് അനുഭവപ്പെടുക. ഇൻ്റർമിറ്റൻറ്റ് റെയിൻസ് ഇൻ സമ്മർ പ്രൊവൈഡ് സം റിലീഫ് ഫ്രം ദ ഇൻറ്റൻസ് ഹീറ്റ്. സോയിൽ ടൈപ്സ് ഓഫ് കേരള. ലിസൺ ടു ദ സോങ് ഓഫ് ഇരുളർ ഓഫ് ദ അട്ടപ്പാടി. കണ്ട, മണ്ണി നമ്പിലേലയ മരമിരിക്കു എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ഒന്ന് വായിച്ചു നോക്കുക. സോയിൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ് വാട്ടർ ആൻഡ് എയർ ഫോർ ദ സർവൈവൽ ഓഫ് ലിവിങ് ഓർഗാനിസം. ജലവും വായുവും പോലെ മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ആണ് നമ്മുടെ സോയിൽ എന്ന് പറയുന്നത്. ഹ്യൂമൻ സിവിലൈസേഷൻ ഡെവലപ്ഡ് ത്രൂ ദ മ്യൂച്വൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സോയിൽ ആൻഡ് ഹ്യൂമൻസ്. ഹ്യൂമൻ സിവിലൈസേഷൻ നടന്നിട്ടുള്ളത് ഈ സോയിലും മനുഷ്യരും തമ്മിലുള്ള എന്താണ്, മ്യൂച്വൽ ഇൻട്രാക്ഷൻസ് വഴിയാണ്. വിത്തൗട്ട് സോയിൽ ദർ ആർ നോ പ്ലാന്റ്സ് ആൻഡ് നോ ഓർഗാനിസംസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദം. സോയിൽ ഇല്ലെങ്കിൽ നമുക്കറിയാം ഓർഗാനിസം അല്ലാതും സോയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഹൗ ഈസ് സോയിൽ ഫോംഡ്? എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നത്? സോയിൽ ഈസ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓഫ് എർത്ത്. എർത്തിലെ ലൈഫിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ മണ്ണെന്ന് പറയുന്നത്. The process of weathering of rock to form a soil takes a long time. Topography. Read the chapters narrating how soil is formed in Jawaharlal Nehru's book Letters from a Father to His Daughter and discuss in the class. Climate, rock structure and age, the activities of plants, animals and other microorganisms contributed to soil formation. എങ്ങനെയാണ് കൂടുതലായിട്ടും നമ്മുടെ ഈ പാറ പൊടിഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ മണ്ണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സും എനിമൽസും മൈക്രോ ഓർഗാനിസത്തിലൊക്കെ സോയിൽ ഫോർമേഷന് വേണ്ടിയിട്ട് ഒരു പങ്ക് തന്നെയുണ്ട്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇറ്റ് ടേക്സ് മോർ ദാൻ 1000 years ഫോർ ദ ഫോർമേഷൻ ഓഫ് സോയിൽ ഓഫ് 1 inch thick. 1000 വർഷത്തിൽ കൂടുതൽ സമയമെടുക്കും അല്ലേ നമ്മുടെ ഈ ഒരു സോയിൽ ഫോം ചെയ്യുന്നത്. കളക്ട് പിക്ചേഴ്സ് ഓഫ് എ വെറൈറ്റി ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് യൂസ് സോയിൽ. പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പ്രസൻറ്റ് ദം ടു ദ സോഷ്യൽ സയൻസ് ക്ലബ്ബ്. അപ്പോൾ ലാറ്ററേറ്റ് സോയിൽ എന്താ, റെഡ് സോയിൽ, അലൂവിയൽ സോയിൽ, ഫോറസ്റ്റ് സോയിൽ ആർ ദ മെയിൻ സോയിൽ ടൈപ്സ് ഇൻ കേരള. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള സോയിൽ ടൈപ്സ് ഏതൊക്കെയാണ്? ലാറ്ററേറ്റ് സോയിൽ, റെഡ് സോയിൽ, അലൂവിയൽ സോയിൽ, അതുപോലെ തന്നെ ഫോറസ്റ്റ് സോയിൽ. കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ടീച്ചർ. ടീച്ചറുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോയിൽസ് ഏതൊക്കെയാണെന്ന് പഠിക്കുക. അപ്ലിക്കേഷൻ ഓഫ് എക്സസീവ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ സോയിൽ, അൺസയൻറ്റിഫിക് മൈനിങ്, അൺസയൻറ്റിഫിക് അഗ്രികൾച്ചർ പ്രാക്ടീസസ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സോയിൽസിന് ഒരുപാട് അപകടം വരുത്തുന്നതാണ്. ഇലുസ്ട്രേഷൻസ് ഗിവൺ ആർ
situations in which unique characteristics of soil are adversely affected. Find out and enlist more such contests. What are the measures that can be adopted for the conservation of soil? സോയിലിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? അപ്പോൾ ആ പിക്ചർ നോക്കൂ. മാൻഗ്രൂവ്സ്, കൊയർ ജിയോ ടെക്സ്റ്റൈൽസ്, സ്റ്റോൺ വാൾ ഫെൻസ്, ടെറസ് ഫാമിംഗ്. Find out and enlist more measures of soil conservation. സോയിൽ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള മോർ ആയിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്? കളക്ട് സോയിൽ ടൈപ്സ് ഫ്രം യുവർ ഏരിയ ആൻഡ് ഐഡൻറ്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീച്ചർ. Write them on a chart and demonstrate to the class. വാട്ടർ സോഴ്സസ് ഓഫ് കേരള. എന്തൊക്കെയാണ് വാട്ടർ സോഴ്സസ് നോക്കാം. വാട്ടർ ഈസ് എ നാച്ചുറൽ റിസോഴ്സ് ദാറ്റ് ഇൻഡിസ്പെൻസിബിൾ ഫോർ ഹ്യൂമൻ എക്സിസ്റ്റൻസ്. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ ഓൺ എർത്ത്? നമുക്ക് ഏതിൽ നിന്നൊക്കെയാണ് വാട്ടർ കിട്ടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റിവേഴ്സും സ്പ്രിങ്സും കൊടുത്തിട്ടുണ്ട്. ലേക്സ് പറയാം അല്ലേ, നമുക്ക് പോൺസും പറയാം. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ ഏരിയയിൽ എന്തൊക്കെയായിരിക്കും? ഈ പറഞ്ഞതൊക്കെ ഉണ്ടായിരിക്കും. വെല്ല് പറയാം അതിൻ്റെ കൂടെ. Kerala has an undulating topography which lays uneven from Sahya mountain in the east to the Arabian Sea in the west. The rivers that originated from the Sahya mountain range flow to the backwards and the sea and make Kerala abundant in water. Apart from this, there are many lakes and ponds in our land. ഇത് കൂടാതെ നമ്മുടെ ലാൻഡിൽ എന്തുണ്ട്? ഒരുപാട് ലേക്സും പോൺസും ഒക്കെ ഉണ്ട്. There are 44 rivers in Kerala which originated from the highlands. ഹൈലാൻഡ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന 44 റിവേഴ്സോളം ഉണ്ട്. ഔട്ട് ഓഫ് ദീസ് 3 റിവേഴ്സ് ഫ്ലോസ് ഈസ്റ്റ്വേർഡ്. അതിൽ 3 എണ്ണം കിഴക്കോട്ടും ബാക്കി 41 എണ്ണം പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ലിസ്റ്റ് ഔട്ട് ദ റിവേഴ്സ് ഇൻ കേരള. കേരളത്തിലെ റിവേഴ്സ് എടുക്കുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. കേരള റിവർ മാപ്പ് ഉപയോഗിക്കാം. ക്ലാസിഫൈ ദ റിവേഴ്സ് ഫ്ലോയിങ് ഈസ്റ്റ്വേർഡ് ആൻഡ് വെസ്റ്റ്വേർഡ്. കിഴക്കോട്ട് ഒഴുകുന്നതും പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും ഏതൊക്കെയാണെന്ന് നോക്കാം. ഹാവൻ യു നോട്ടീസ് ദാറ്റ് thought our water bodies are enriched during these 2 rainy seasons? Many of them dry up when the rainy seasons are over. Find out the reason for this. Only a small amount of world's total water supply is available as pure water. It is the duty of everyone to conserve the precious and clean water. Water conservation can be ensured through rain pits, rainwater harvesting, bunds and mulching. Observe the picture. Under what condition do water sources become polluted? ഏതെല്ലാം കണ്ടീഷനിലാണ് വാട്ടർ പൊല്യൂട്ടഡ് ആണത്? ആർ ദ വാട്ടർ ബോഡീസ് ഇൻ യുവർ കൺട്രി ബീങ് പൊല്യൂട്ടഡ്? നിങ്ങളുടെ കൺട്രിയിലുള്ള വാട്ടർ ബോഡീസ് പൊല്യൂട്ടഡ് ആവുന്നുണ്ടോ? ഡിസ്കസ് വാട്ട് സജഷൻസ് ക്യാൻ ബി പുട്ട് ഫോർവേഡ് ടു പ്രൊട്ടക്ട് വാട്ടർ ബോഡീസ് ഫ്രം ഗെറ്റിംഗ് പൊല്യൂട്ടഡ്. നമുക്ക് എന്തെല്ലാം സജഷൻസ് ആണ് വാട്ടർ ബോഡീസ് പൊല്യൂട്ടഡ് ആവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുക? പിന്നെ പ്ലക്കാർഡ് ഉണ്ടാക്കുക വാട്ടർ കൺസർവേഷൻ മെസ്സേജസിന് വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ് എൻഡേഞ്ചേർഡ് ടു ദ സർവൈവൽ ഓഫ് ലിവിങ് ഓർഗാനിസം. ദ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ്സ് വേരിയസ് സ്കീംസ് ടു പ്രൊട്ടക്ട് ആൻഡ് മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് വാട്ടർ സോഴ്സസ്. വാട്ടർ സോഴ്സസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് സ്കീംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്രോജക്റ്റും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും. ഇനി ഞാൻ ഒഴുക്കട്ടെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഹരിത കേരളം മിഷൻ, മാലിന്യമുക്ത നവീകര കേരളം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തെളിനീരൊഴുക്കും നവകേരളം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ജലജീവൻ മിഷൻ, ഗവൺമെൻറ് ഓഫ് കേരള. അടുത്തത് ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഓഫ് കേരള. ഒബ്സർവ് ദ പിക്ചർ ഓഫ് സം ക്രോപ്സ് ഫൗണ്ട് ഇൻ കേരള റീജിയൻസ് ഓഫ് കേരള. ക്രോപ്പ് ഡൈവേഴ്സിറ്റി. ഡിഫറെൻറ്റ് റീജിയൻസ്. വിച്ച് ആർ ദ ക്രോപ്പ് ഷോൺ ഇൻ ദ പിക്ചർ? ഏതൊക്കെയാണ്? പാഡിയും റബ്ബറും അതുപോലെ തന്നെ നമ്മുടെ ടീ അതുപോലെ കോക്കനറ്റൊക്കെയാണ് അല്ലേ. ഐഡൻറ്റിഫൈ ഫിസിക്കൽ ഡിവിഷൻസ് ഇൻ വിച്ച് ഈച്ച് ഓഫ് ദീസ് ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ്. വൈ ഈസ് ടീ നോട്ട് കൾട്ടിവേറ്റഡ് ഇൻ ഓൾ ടോപ്പോഗ്രഫിക് സെക്ഷൻ? എന്തുകൊണ്ടാണ്? നല്ല ഹൈലാൻഡ്സിലൊക്കെയാണ് നമുക്ക് ഈ ടീ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. റബ്ബർ കൾട്ടിവേഷൻ ഈസ് ജനറലി നോട്ട് സീൻ ഇൻ കോസ്റ്റൽ ഏരിയാസ്. വാട്ട് കുഡ് ബി ദ റീസൺ?
റീസൺ റബ്ബർ കൾട്ടിവേഷൻ അവിടുത്തെ വെള്ളവും അവിടുത്തെ ഇതായിട്ട് സോയിലായിട്ടും നിന്ന് പോകാൻ വേണ്ടി പറ്റില്ല. ദ അഗ്രികൾച്ചറൽ ഓഫ് ഈച്ച് റീജിയൻ ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ഫിസിയോഗ്രഫി ആൻഡ് ക്ലൈമറ്റ്. അവിടുത്തെ ക്ലൈമറ്റ് നിന്ന് പോകണം, അവിടുത്തെ ലാൻഡിൻ്റെ സ്ട്രക്ചർ നിന്ന് പോകണം, അവിടുത്തെ മണ്ണ്, ഇതിലൊക്കെയാണ് ഓരോന്നും പിടിക്കുക. ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ഫ്രം സീ ലെവൽ ആൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ കൾട്ടിവേഷൻ. Tea is extensively cultivated in areas like Munnar and Pirumadu in Idukki district, Mappadi and Vaidiri in Wayanad district, and Ponmudi in Thiruvananthapuram district. Paddy cultivation is widespread in Palakkad district and Kuttanad. അപ്പോൾ പാഡി എവിടെയാണുള്ളത്? നമ്മുടെ പാലക്കാടും കുട്ടനാടും ആണ് കൂടുതലുള്ളത്. നമ്മൾ ടീ മൂന്നാർ, അതുപോലെ ഇടുക്കി, മാപ്പടിയിലും വയനാട്ടിലും ആണ് ഒക്കെയാണ്. അപ്പോൾ ഓരോന്നും എവിടെയാണ്? ഒബ്സർവ് ആൻഡ് ലിസ്റ്റ് ഔട്ട് മേജർ ക്രോപ്സ് ഗ്രോൺ ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യത്യാസമായിരിക്കും, അപ്പം നിങ്ങളത് നോക്കിയിട്ട് എഴുതുക. ഫെർട്ടൈൽ സോയിൽ ആൻഡ് അബണ്ടൻറ്റ് റെയിൻഫാൾ പ്രൊവൈഡ് ഐഡിയൽ കണ്ടീഷൻ ഫോർ വെറൈറ്റി ഓഫ് ക്രോപ്സ് ഇൻ കേരള. ദ കോൾഡ് ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ഡ്യൂ ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് അബവ് സീ ലെവൽ ആൻഡ് സ്ലോപ്പിംഗ് ടോപ്പോഗ്രഫി ക്രിയേറ്റ് എ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ലൈക്ക് ടീ, cardamom, coffee, pepper, etc. in the highland region. The topography and soil characteristics contributes to the crop diversity in the midland. Along with the tubers such as tapioca, colocasia and yams, bananas as well as rubber cultivation are widespread in the midlands. Kerala is the largest producer of rubber in India. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ദ പ്രസൻസ് ഓഫ് അലുവിയൽ സോയിൽ ഇൻ ദ കോസ്റ്റൽ ഏരിയ ഈസ് സ്യൂട്ടബിൾ ഫോർ പാഡി കൾട്ടിവേഷൻ. അലൂവിയൽ സോയിലാണ് പാഡി കൾട്ടിവേഷന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദ സലൈൻ സോയിൽ ഹിയർ ഈസ് ഫേവറബിൾ ഫോർ ദ അബണ്ടൻറ്റ് ഗ്രോത്ത് ഓഫ് കോക്കനട്ട്സ്. തെങ്ങുകൾക്ക് ഒരുപാട് വളരാൻ പറ്റിയതാണ് നമ്മുടെ ഈ സലൈൻ, ഉപ്പ് കലർന്നിട്ടുള്ള സോയിൽ. ദ ബാക്ക് വാട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഫിഷ് ഫാമിംഗ്. ബാക്ക് വാട്ടേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുക? ഫിഷ് ഫാമിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ലിസ്റ്റ് ഔട്ട് ദ മേജർ ക്രോപ്സ് ഓഫ് ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് കോസ്റ്റൽ റീജിയൻ. ഐഡൻറ്റിഫൈ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് വിത്ത് എസെൻഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് കം ടുഗദർ ടു എൻഷുവർ ദ അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി ഓഫ് ആൻ ഏരിയ. എന്തൊക്കെയാണ്? സ്യൂട്ടബിൾ ടോപ്പോഗ്രഫി, fertile soil. Agriculture practices of an area are formulated in tune with the prevailing climate, social and rainfall in each physiographical division. Many of the festivals in Kerala are closely related to weather and topography. Do you know that Onam is a harvest festival? Similarly, Vishu is also associated with the harvest. ഓണം എന്ന് പറയുന്നത് കൊയ്ത്തുകളുടെ ഒരു കാലമാണല്ലേ, അതുപോലെ വിഷുവുമുണ്ട്. എക്സാമ്പിൾസ് ഓഫ് സെലിബ്രേഷൻസ് റിലേറ്റഡ് ടു വെദർ ആൻഡ് ടോപ്പോഗ്രഫി include boat races and bull races are held in the water bodies of Kerala after the monsoon season. Find out similar example. അപ്പോൾ സിമിലർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അടുത്തത് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഡൈവേഴ്സിറ്റി ഇൻ കേരളയാണ്. അത് നമ്മൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ.